ഹായ്. ജോയിൻ ചെയ്യുന്ന വർഷം മാസം 60,000, പിന്നീട് 90,000. ജോലി ഏതാന്നല്ലേ? മാനേജ്മെന്റ് ട്രെയിനി ഇൻ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഈ പോസ്റ്റിന്റെ ഡീറ്റെയിൽസും ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസും നമുക്കൊന്ന് നോക്കാം. അപ്പൊ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് 55 മാനേജ്മെന്റ് ട്രെയിനീസിന്റെ റിക്രൂട്ട്മെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇമോള്യൂമെന്റ്സ് ആൻഡ് ബെനിഫിറ്റ്സ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 60,000 പെർ മന്ത് ആണ് കൺസോളിഡേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സക്സസ്ഫുൾ കംപ്ലീഷൻ മാനേജ്മെന്റ് ട്രെയിനി എന്ന് പറയുന്ന അതിന്റെ പീരീഡിന്റെ ആ ഒരു സക്സസ്ഫുൾ കംപ്ലീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കെയിൽ 1 ഓഫീസർ ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ സ്കെയിൽ 1 ഓഫീസർ ആയി കഴിഞ്ഞാൽ ഈ ഒരു പേ സ്റ്റാർട്ടിംഗ് സ്കെയിൽ ഇങ്ങനെയാ വരുന്നത്, ₹50,925. ആൻഡ് ദെൻ ഈ ഒരു പേ സ്കെയിൽ വരും 96,765. അതായത് അപ്രോക്സിമേറ്റ്ലി 90,000 പെർ മന്ത് ആണ് വരുന്നത്, ഡിപ്പെൻഡിങ് അപ്പോൺ ദി പ്ലേസ് ഓഫ് പോസ്റ്റിംഗ്. സോ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് 60,000ഉം പിന്നീടുള്ള സമയങ്ങളിൽ ഗ്രോസ് ഇമോള്യൂമെന്റ്സ് ആയിട്ട് 90,000 പെർ മന്ത് ആണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ജോബിന്റെ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അറിയണം എങ്ങനെയാണ് ഇതിന്റെ വേക്കൻസീസ് എന്ന് പറയുന്നത്. 55 വേക്കൻസീസ് ആണ്, 55 വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 3 പോസ്റ്റുകളിലായിട്ടാണ് 55 വേക്കൻസീസ് വരുന്നത്. ഏതൊക്കെയാണ് ആ പോസ്റ്റ് വരുന്നത്? ഐടിക്ക് 20 വേക്കൻസിയാണ് വരുന്നത്. പിന്നെ ആക്ച്വറിയൽ എന്ന് പറയുന്ന മറ്റൊരു ഡിസിപ്ലിൻ ഉണ്ട്, അതിൽ 5 വേക്കൻസീസും. ജനറലിസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത്, 30 വേക്കൻസീസ് ആണ് വരുന്നത്. അപ്പം ടോട്ടലി 55 വേക്കൻസീസ് ആണ്. ഇനി കാറ്റഗറി വൈസ് വേക്കൻസീസ് നോക്കുവാണെങ്കിൽ OBCക്ക് 19, SCക്ക് 9, STക്ക് 5 ആൻഡ് EWSന് 6 വേക്കൻസീസും UR കാറ്റഗറിക്ക് 16 വേക്കൻസീസുമാണ്. അപ്പൊ ടോട്ടലി 55 വേക്കൻസീസ്. അതിൽ തന്നെ PWBD പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണ് ടോട്ടൽ പോസ്റ്റ്. ആകെയുള്ള 55 പോസ്റ്റിൽ നിന്നും 8 പോസ്റ്റ് റിസർവ് ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഓരോ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് ഇങ്ങനെയാണ് വേക്കൻസീസ് വരുന്നത് എന്നുള്ളതും ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടീഷൻസ് നോക്കാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? IT ആണെങ്കിൽ ITക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ആക്ച്വറിയൽ ആണെങ്കിൽ ആക്ച്വറിയലിന് മാത്രമേ പറ്റുള്ളൂ, ജേർണലിസ്റ്റ് ആണെങ്കിൽ ജേർണലിസ്റ്റ് മാത്രം. അല്ലാതെ ITയോ അല്ലെങ്കിൽ ആക്ച്വറിയലോ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് മൂന്നിലും അപ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഇവിടെ ഇല്ല. നോട്ട് മോർ ദാൻ 1 ആപ്ലിക്കേഷൻ ഷുഡ് ബി സബ്മിറ്റഡ് ബൈ എനി കാൻഡിഡേറ്റ്. അതും ശ്രദ്ധിക്കുക, ഒരാൾക്ക് ഒരു ആപ്ലിക്കേഷനേ പറ്റുള്ളൂ. അതേപോലെ തന്നെ ദർ വിൽ ബി എ ട്രെയിനിങ് പീരീഡ്, കാരണം മാനേജ്മെന്റ് ട്രെയിനി ആയിട്ടാണ് കയറുന്നത്. സോ മാനേജ്മെന്റ് ട്രെയിനിക്ക് 1 വർഷത്തെ ട്രെയിനിങ് പീരീഡ് പറയുന്നുണ്ട്. ആൻഡ് ദ ട്രെയിനി ഷാൽ ബി എലിജിബിൾ ഫോർ ദി പോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓൺ കംപ്ലീഷൻ. സോ സ്കെയിൽ 1 ഓഫീസർ ആയിട്ടാണ് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം കയറുന്നത്. ജോയിൻ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്കെയിൽ 1 ആയിട്ടാണ് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം. കയറുമ്പോൾ പോസ്റ്റിന്റെ പേരെന്താണ്? മാനേജ്മെന്റ് ട്രെയിനി എന്നാണ്. ആൻഡ് വിൽ ബി ഓൺ എ പ്രൊബേഷൻ ഫോർ എ പീരീഡ് ഓഫ് 1 ഇയർ. സോ മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് കയറിയതിനു ശേഷം സ്കെയിൽ 1 ഓഫീസർ ആവുന്നു. സ്കെയിൽ 1 ഓഫീസർ ആയതിനു ശേഷം 1 വർഷത്തെ അല്ലെങ്കിൽ 1.5 വർഷത്തെ, അവർ പറയുന്നുണ്ട് 1 വർഷം വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളത്. സോ 1 ഇയർ വരെയുള്ള ഒരു പ്രൊബേഷൻ വരുന്നുണ്ട്. ആൻഡ് ദ സെലക്ടഡ് കാൻഡിഡേറ്റ്സ് മേ ബി പോസ്റ്റഡ് ടു എനി പ്ലേസ് ഇൻ ഇന്ത്യ. സോ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആസ് പെർ ദി റിക്വയർമെന്റ്, ആസ് പെർ ദി കമ്പനി ഡിസൈഡ്സ്, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് കിട്ടാം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ കണ്ടീഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി റിക്രൂട്ട്മെന്റ് ഓഫ് 55 മാനേജ്മെന്റ് ട്രെയിനീസ് എന്ന് പറയും. പലർക്കും സംശയമുള്ള കാര്യമാണ് ഈ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്താണ് എന്നുള്ളത്. സോ അവിടെ നോക്കുക, ദിസ് ഇസ് ഫോംഡ് അണ്ടർ ദി ഏജീസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ്. ആൻഡ് ഇറ്റ് ഇസ് പ്രൊമോട്ടഡ് ബൈ 6 പബ്ലിക് സെക്ടർ കമ്പനീസ് ആണ്. 6 പബ്ലിക് സെക്ടർ കമ്പനീസ് ആണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആ നോട്ടിഫിക്കേഷന്റെ ഫസ്റ്റ് പേജിൽ തന്നെ കിടപ്പുണ്ട്. നോട്ടിഫിക്കേഷനും അതിന്റെ ഡീറ്റെയിൽസും ഡോട്ട്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ക്രൂഷ്യൽ ഡേറ്റ്സ് നോക്കാം. ഏതാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 20th ഫെബ്രുവരി ആണ്. രാത്രി 8 മണിയാകുമ്പോഴേക്ക് ഇത് ക്ലോസ് ആകും. സോ ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് 30th ജനുവരി ആയിരുന്നു. സോ 20 ഫെബ്രുവരിക്ക് മുമ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ റിട്ടേൺ എക്സാമിന്റെ ഡേറ്റ്സ് ഓൾറെഡി അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഡേറ്റ്സ് അല്ല, മന്ത്സ് തീരുമാനിച്ചിട്ടുണ്ട്. മാർച്ച് ഏപ്രിലാണ്. അതായത്
ഫെബ്രുവരിയിൽ ക്ലോസിംഗ് ഡേറ്റ് വരുമ്പോൾ മാർച്ചിലോ ഏപ്രിലോ ആയിട്ട് എക്സാം വരുന്നുണ്ട്. ആൻഡ് ഡൗൺലോഡിംഗ് ഓഫ് കോൾ ലെറ്റേഴ്സിന്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. അറൌണ്ട് 10 days പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. സോ എക്സാമിനേഷന്റെ 10 ദിവസം മുമ്പായിരിക്കും കോൾ ലെറ്റർ വരുന്നത്. മാർച്ച് ഏപ്രിലായിട്ട് തന്നെ എക്സാം നടക്കുന്നുണ്ട്. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക. ഏജ് ലിമിറ്റിന്റെ ക്രൂഷ്യൽ ഡേറ്റ് ശ്രദ്ധിക്കുക. ആസ് ഓൺ 1/12/2024 ആണ്, ഡിസംബർ 1, 2024 ഏജ് ലിമിറ്റ് കണക്കാക്കാനുള്ള ക്രൂഷ്യൽ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. 30 വയസ്സ് വരെ, മിനിമം എത്രയാണ് 21, 30 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഡേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ ഡേറ്റ്സ് ആണ് ഇൻക്ലൂസീവ് ആയിട്ടുള്ളത്. എ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബീൻ ബോൺ നോട്ട് ഏർലിയർ ദാൻ 2 December 1994. സോ 2 December 1994 അത് കഴിഞ്ഞു വരുന്ന രണ്ടും കൂട്ടും അത് കഴിഞ്ഞു വരുന്നതും. സോ ആ ഒരു ഡേറ്റ് ആണ് കണക്കാക്കിയിരിക്കുന്നത്. നോട്ട് ഏർലിയർ ദാൻ 2 December 1994 ആൻഡ് നോട്ട് ലേറ്റർ ദാൻ 1 December 2003. സോ ഈ ഡേറ്റ്സും കൂടി ഒന്ന് നോക്കി വെക്കുക. ആൻഡ് ദെൻ ഏജ് റിലാക്സേഷൻ ആസ് യൂഷ്വൽ എല്ലാ പോസ്റ്റിനും ഉള്ളതുപോലെ, എല്ലാ വേക്കൻസീസ് ഉള്ളതുപോലെ ഷെഡ്യൂൾ കാസ്റ്റിന് 5 years, ഒ ബി സിക്ക് ആണെങ്കിൽ 3 years ഉണ്ട്, പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ആണെങ്കിൽ 10 years ഉണ്ട്, എക്സ് സർവീസ്മെന്റിനും അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അവർക്ക് വരുന്നത് 5 years ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ കാത്തിരിക്കുന്നതും ഒരുപക്ഷെ ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് ജനറലിസ്റ്റ് ആണെങ്കിൽ ഗ്രാജുവേഷൻ മതിയാകും. ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ. അപ്പം ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല. പക്ഷെ സബ്ജക്റ്റിലെ ഒരു മിനിമം പെർസെൻറ്റേജ് ഓഫ് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. 60% ആണ് UR, OBC ആൻഡ് EWS കാൻഡിഡേറ്റ്സിന് പറയുന്നത്. ആൻഡ് 55% ആണ് SC, ST അതേപോലെ തന്നെ PWBD കാറ്റഗറിക്ക് പറയുന്നത്. സോ പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതേസമയം ഏത് ഡിസിപ്ലിൻ വേണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല ജനറലിസ്റ്റിന്. അതേസമയം സ്പെഷ്യലിസ്റ്റ് പറയുന്നുണ്ട്, ആക്ച്വറിയലും അതേപോലെ തന്നെ IT പറയുന്നുണ്ട്. ആക്ച്വറിയലിനാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ആൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലായിരിക്കണം, അല്ലെങ്കിൽ ആക്ച്വറിയൽ സയൻസസിലായിരിക്കണം, അല്ലെങ്കിൽ ഇക്കണോമിക്സിലായിരിക്കണം, അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ചിലായിരിക്കണം. ഏതായാലും ശരി 60% മിനിമം മാർക്സ് വേണം UR കാറ്റഗറിക്കും OBCക്കും EWSനും. ആൻഡ് ദ സെയിം 55% ഫോർ SC, ST അല്ലെങ്കിൽ PWBD കാറ്റഗറിക്ക് പറയുന്നുണ്ട്. ഇനി അതുമല്ല എങ്കിൽ ഈ പറയുന്ന ഒരു ഡിഗ്രി ഒന്നും അല്ലാതെ ഏതെങ്കിലും ഡിഗ്രി എടുത്താലും മതി. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ അവർ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എ ക്രെഡിറ്റ് ഓഫ് മിനിമം 2 പേപ്പേഴ്സ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫാക്കൾട്ടി ഓഫ് ആക്ച്വറീസ്. സോ ആക്ച്വറീസിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ക്രെഡിറ്റ് ഓഫ് മിനിമം 2 പേപ്പേഴ്സ് എന്ന് പറയുന്ന കേസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്നത് ഏതെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രിയോ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ മതി. 60%, 55% പറയുന്ന ആ രീതിയിൽ മതിയാകും. പക്ഷെ ആക്ച്വറീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ക്രെഡിറ്റ് ഓഫ് മിനിമം 2 പേപ്പേഴ്സ് പറയുന്നുണ്ട്. അപ്പം ഇതാണ് ആക്ച്വറിയലിന്റെ കേസ് എന്ന് പറയുന്നത്. ഇനി IT, ഇൻഫർമേഷൻ ടെക്നോളജി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BE ആണ്, അല്ലെങ്കിൽ BTech ആണ്, അല്ലെങ്കിൽ ME ആയിക്കോട്ടെ, MTech ആയിക്കോട്ടെ, ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ MCA. പക്ഷെ ഏതായാലും 60%, 55% നമ്മൾ നേരത്തെ പറഞ്ഞത് അവർക്ക് നിർബന്ധമാണ്. ആൻഡ് ഇത് കൂടാതെ എസെൻഷ്യൽ സ്കിൽസ് പറയുന്നുണ്ട്, അതും നിർബന്ധമായി ഉണ്ടായിരിക്കണം. സോ IT ആണ് എങ്കിൽ സ്കിൽസ് ഉണ്ടായിരിക്കണം, സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. സാധാരണ നമ്മൾ സർട്ടിഫിക്കറ്റ്സ് പല വേക്കൻസീസിലും അല്ലെങ്കിൽ പല നോട്ടിഫിക്കേഷനും പറയാറില്ല. ഇവിടെ സർട്ടിഫിക്കേഷൻ വേണം എന്ന് പറയുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് വേണം പ്രൂവ് ചെയ്യാനായിട്ട്. എന്തിലൊക്കെയാണ്? സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, ഇൻഫർമേഷൻ സെക്യൂരിറ്റി. ഇതിലേതെങ്കിലും ഒന്നിലും മതി. എല്ലാത്തിലും വേണം എന്നല്ല, ഇതിലേതെങ്കിലും ഒന്ന്. ഈതർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ, അതും അല്ലെങ്കിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, അതും അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി. ഡിസൈറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ല, പക്ഷെ എസെൻഷ്യൽ നിർബന്ധമാണ്. ഓക്കെ. സോ എക്സ്പീരിയൻസ് വിത്ത് റെസ്പെക്റ്റീവ് എസെൻഷ്യൽ സ്കിൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ആ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇവിടെ കാണാം. വെൽ വേഴ്സ്ഡ് വിത്ത് IT ടെക്നോളജി, ആംഗുലർ, J2EE, MySQL, PLSQL അങ്ങനെയുള്ള കാര്യങ്ങൾ, ജാവ ഫുൾ സ്റ്റാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ IT അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതേപോലെ എസെൻഷ്യൽ സ്കിൽസ് വിത്ത് സപ്പോർട്ടിംഗ് സർട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കിയിട്ടേ അപ്ലൈ ചെയ്യാവൂ. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ, വെൽ വേഴ്സ്ഡ് വിത്ത് ഡീപ്പ് പാക്കറ്റ് ട്രേസിംഗ് ഒക്കെ പറയുന്നുണ്ട്. സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ ക്ലൗഡ് ടെക്നോളജീസ്, അതിന്റെ കാര്യങ്ങളൊക്കെ SQL ക്വറീസ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ കേസും പറയുന്നുണ്ട്. എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സോ IT സെക്യൂരിറ്റി ത്രെറ്റോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിലുള്ള സർട്ടിഫിക്കേഷൻ എസെൻഷ്യൽ സ്കിൽസും അവർ പറയുന്നുണ്ട്. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് മസ്റ്റ് പൊസസ് കമ്പ്യൂട്ടർ എഫിഷ്യൻസി ആൻഡ് പ്രൊഫിഷ്യൻസി ഓഫ് റീജിയണൽ ലോക്കൽ ലാംഗ്വേജ്.
സോ റീജിയണൽ ലോക്കൽ ലാംഗ്വേജ് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് ആൻഡ് കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം എന്നുള്ളത്. ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് കേരളത്തിൽ ഒരാൾ അപ്ലൈ ചെയ്യുമ്പോൾ മലയാളം. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഫീ എത്രയാണെന്നുള്ളത് നോക്കാം. ആപ്ലിക്കേഷൻ ഫീ എത്രയാണ്? SC ST ആൻഡ് PWBD കാറ്റഗറി ആണെങ്കിൽ 200 ആണ് വരുന്നത്. ആൻഡ് ഓൾ അതർ കാറ്റഗറീസിനാണെങ്കിൽ 1000 റുപ്പീസ് ആണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ആൻഡ് ഫീ വൺസ് പെയ്ഡ് വിൽ നോട്ട് ബി റീഫണ്ടഡ്. ആസ് യൂഷ്വൽ ഫീ ഒന്നും തന്നെ റീഫണ്ട് അങ്ങനെയുള്ള പോളിസീസ് ഒന്നും ഇതിനകത്തില്ല. സ്റ്റേജസ് ഓഫ് റിക്രൂട്ട്മെന്റ്, അടുത്ത നമുക്കറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം എത്ര സ്റ്റേജസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്, എങ്ങനെയാണ് എക്സാം എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 2 എക്സാം ആണ് വരുന്നത്. ഒബ്ജക്റ്റീവ് എക്സാമും അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമും ആണ് വരുന്നത്. ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ടോട്ടലി വരുന്നത് 150 മാർക്സ് ആണ്. രണ്ടും കൂടി ഒരുമിച്ചാണ് 150 മാർക്കിന് വരുന്നത്. രണ്ടും കൂടി ഒരുമിച്ചാണ് 2.5 മണിക്കൂർ സമയം വരുന്നത്. 150 മിനിറ്റ്സ് ആണ്. സോ 150 മാർക്സ് ആൻഡ് 150 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ വരുന്നത്. ആൻഡ് മിനിമം ക്വാളിഫയിങ് മാർക്സ് അവർ പറഞ്ഞിട്ടുണ്ട്. 60% ആണ് ജനറൽ, OBC ആൻഡ് EWS ആൻഡ് 55% ആണ് SC ST ആൻഡ് PWBD കാറ്റഗറിക്ക്. ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. ഓൺലൈൻ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തവരെ ഇന്റർവ്യൂവിന് വിളിക്കും. ഇന്റർവ്യൂവിന് മാക്സിമം മാർക്സ് പറയുന്നുണ്ട്. എത്രയാണ്? 50 മാർക്സ് ആണ് മാക്സിമം. അതിന്റെ ഫൈനൽ സെലക്ഷൻ എലിജിബിൾ ആവണമെങ്കിൽ മിനിമം എത്രയാണ്? 25 മാർക്സ് എങ്കിലും വേണം. അതായത് 50% എങ്കിലും വേണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഓൺലൈൻ എക്സാം ഓരോ ഡിസിപ്ലിനും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പം ജനറലിസ്റ്റിനാണെങ്കിൽ റീസണിങ്, ഇംഗ്ലീഷ്, അതേപോലെ തന്നെ ജനറൽ, കറന്റ് അഫയേഴ്സ് ആൻഡ് ഇൻഷുറൻസ് അവയർനെസ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് കമ്പ്യൂട്ടർ ലിറ്ററസി. ഇത്രയുമാണ് ഒബ്ജക്റ്റീവ് പേപ്പറിൽ വരുന്നത്. 2 ഭാഷകളിൽ മാത്രമാണ് എക്സാം വരുന്നത്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയാണ് വരുന്നത്. ആൻഡ് റീസണിങ്ങിനും അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനുമാണ് ഏറ്റവും കൂടുതൽ മാർക്സ് കൊടുത്തിരിക്കുന്നത്. 40 മാർക്സ് ആണ്. ആൻഡ് 40 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിനാണ് ഏറ്റവും കുറവ് വരുന്നത്. 25 മാർക്സ് ആണ്. ആൻഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും 25 ആണ്. ജനറൽ, കറന്റ് അഫയേഴ്സ് ആൻഡ് ഇൻഷുറൻസ് അവയർനെസ് ആണെങ്കിൽ 35 മാർക്സും ആൻഡ് 35 ചോദ്യങ്ങളുമാണ് വരുന്നത്. സോ ടോട്ടൽ ഡ്യൂറേഷൻ ഒബ്ജക്റ്റീവ് എക്സാമിന് 120 മിനിറ്റ്സ് ആണ്. 120 മിനിറ്റ്സ്, അതായത് എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്? 140 ചോദ്യങ്ങളാണ്. 140 ചോദ്യത്തിന് 120 മിനിറ്റ് ആണ് ഈ ഡ്യൂറേഷൻ വരുന്നത്. ഇനി ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണെങ്കിൽ മാക്സിമം മാർക്സ് 10 മാർക്കാണ്. 2 ചോദ്യമേ ഉള്ളൂ. ഏതൊക്കെയാണ് ചോദ്യം വരുന്നത്? എസ്സേ റൈറ്റിംഗ് ആൻഡ് പ്രൈസി റൈറ്റിംഗ്. എസ്സേ ആൻഡ് പ്രൈസി മാത്രമാണ് വരുന്നത്. ഇംഗ്ലീഷ് ഓൺലി, ഇംഗ്ലീഷിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. സമയം എത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 30 മിനിറ്റ്സ്. ഇങ്ങനെയാണ് ടോട്ടലി എത്രയാവുന്നത്? 150 മിനിറ്റ്സ്. ജനറലിസ്റ്റിന്റെ എക്സാം 150 മിനിറ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. ഇനി ആക്ച്വറിയൽ സയൻസ് ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിനകത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു പേപ്പർ എക്സ്ട്രാ ഉണ്ട്. ആ ഒരു പേപ്പർ എന്ന് പറയുന്നത് ടെസ്റ്റ് ഓഫ് പ്രൊഫഷണൽ നോളജ് ആണ്. ഒരു പേപ്പർ എക്സ്ട്രാ ഉണ്ട്. മാർക്സിലും ചെറിയ വ്യത്യാസമുണ്ട്. ആ ടെസ്റ്റ് ഓഫ് പ്രൊഫഷണൽ നോളജ് ആക്ച്വറിയലിന് വരുന്നത് അതാണ് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത്. 60 മാർക്സ് ആണ്. ആൻഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40 ആണ്. ബാക്കിയെല്ലാം ഏകദേശം സിമിലർ ആണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നവർ ഈ എക്സാമിന്റെ പാറ്റേണും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ, എസ്സേ ആൻഡ് പ്രൈസി എന്തായാലും ഉണ്ട്. ഇനി അടുത്ത് വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. ഇൻഫർമേഷൻ ടെക്നോളജിയിലും നമുക്ക് ഒരു പേപ്പർ കാണാൻ പറ്റും. എന്താണ് അത്? ടെസ്റ്റ് ഓഫ് പ്രൊഫഷണൽ നോളജ്. ടെസ്റ്റ് ഓഫ് പ്രൊഫഷണൽ നോളജിൽ 100 ക്വസ്റ്റ്യൻസും 100 മാർക്സും ആണ് വരുന്നത്. ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എല്ലാത്തിനും കോമൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ മോഡിലായിരിക്കും. അതായത് പെൻ ആൻഡ് പേപ്പർ അല്ല, ഓൺലൈൻ മോഡിലായിരിക്കും വരുന്നത്, ബാങ്കിങ് എക്സാം പോലെ. ആൻഡ് നെഗറ്റീവ് മാർക്സ് പറയുന്നുണ്ട്. എത്രയാണ്? 1/4 ഓഫ് ദി അലോട്ടഡ് മാർക്സ് ആണ്. സോ ഒബ്ജക്റ്റീവ് എക്സാമിന് നെഗറ്റീവ് മാർക്സ് ഉണ്ട്. 1/4 ആണ് ഒബ്ജക്റ്റീവ് എക്സാംസിൽ പറയുന്നത്. ഇനി നമുക്ക് ഇന്റർവ്യൂ ബെനിഫിറ്റ്സ് നോക്കാം. ഇന്റർവ്യൂ ബെനിഫിറ്റ്സിൽ എന്താ പറയുന്നത്? ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ, അങ്ങനെ ഒരു കോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബെനിഫിറ്റ് ഉണ്ട്. അതായത് ടു ആൻഡ് ഫ്രോ റെയിൽവേയുടെ ഫെയർ അവരെടുക്കുമെന്നുള്ളത് പറയുന്നുണ്ട്, റീഇംബേഴ്സ് ചെയ്യും എന്നുള്ളത്. സോ കാൻഡിഡേറ്റ്സ് കോൾ ഫോർ ഇന്റർവ്യൂ ആർ എൻറ്റൈറ്റിൽഡ് ടു AC3 ടയർ ടു ആൻഡ് ഫ്രോ റെയിൽവേ ഫെയർ. സോ AC3 ടയറിന്റെ ടു ആൻഡ് ഫ്രോ റെയിൽവേ ഫെയർ അവരെടുക്കും. മെയിൽ ആയിക്കോട്ടെ, സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബസ് ഫെയർ, ഷോർട്ടസ്റ്റ് റൂട്ടിലുള്ള ബസ് ഫെയറും അവർ പ്രൊവൈഡ് ചെയ്യും എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന കാര്യം. എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഫോട്ടോ ഉണ്ട്, സിഗ്നേച്ചർ ഉണ്ട്, തമ്പ് ഇംപ്രഷൻ ഉണ്ട്, ഹാൻഡ് ഡിക്ലറേഷനും ഉണ്ട്. ഓക്കെ,
സോ ഇതിനകത്ത് ഫോട്ടോവിന്റെ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. റീസെന്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ ആയിരിക്കണം. അതിന്റെ സൈസ് എത്രയാണ് പറയുന്നുണ്ട്. ക്യാപ്പ്, ഹാറ്റ്, ഡാർക്ക് ഗ്ലാസസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വെയർ ചെയ്യുന്നുണ്ടെങ്കിൽ മുഖം മുഴുവൻ കാണണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഡയമെൻഷൻസിന്റെ കാര്യം പറയുന്നുണ്ട്. ഫയൽ സൈസ് എത്രയാണെന്നുള്ളതും പറയുന്നുണ്ട്. അതൊക്കെ നോക്കിയും കണ്ടും ഒക്കെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ. ആൻഡ് അപ്ലോഡിംഗ് ഓഫ് സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ ആൻഡ് ഡിക്ലറേഷനിൽ പറയുന്നുണ്ട് സിഗ്നേച്ചർ എന്തായിരിക്കണം. സിഗ്നേച്ചർ സൈൻ ഓൺ വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് ഇങ്ക് പെൻ ആണെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. വൈറ്റ് പേപ്പറിൽ ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂ ഇങ്കോ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഡിക്ലറേഷൻ ഇംഗ്ലീഷിൽ വേണം എഴുതാനായിട്ട്. ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്കിൽ വൈറ്റ് പേപ്പറിൽ വേണം എഴുതാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആ നോട്ടിഫിക്കേഷന്റെ ഏറ്റവും അവസാനമായിട്ട് കാണാം അവർ വളരെ ഭംഗിയായിട്ട് എങ്ങനെ സിഗ്നേച്ചറിന്റെ സൈസ് എത്രയാണ്, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷന്റെ സൈസ് എന്താണ്, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷന്റെ സൈസ്, ഡയമെൻഷൻ, ഫയൽ സൈസ് എല്ലാ കാര്യങ്ങളും ഒരു ടേബിൾ വരച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആപ്ലിക്കേഷന്റെ സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പം എലിജിബിൾ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക. നല്ലൊരു പ്രൊഫൈൽ ഉള്ള ഒരു ജോബാണ്. അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ഇന്ത്യ ലിമിറ്റഡിലെ മാനേജ്മെന്റ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റ്. നോട്ടിഫിക്കേഷൻ ഡോട്ട്സ് അക്കാഡമി ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്